ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബുക്ക് മാർക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു 3 കളർ യാണും ഈ ഒരു സിസറും ഈ ഒരു യാൺ നീഡിലും ഈ ഒരു 3mm ഹുക്കുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മാജിക് റിംഗ് ആണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഫസ്റ്റ് യാൺ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ക്രോസ് ആയി വെക്കുക. അതിനുശേഷം ഈ ഒരു ഫസ്റ്റ് ലൂപ്പിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സെക്കൻഡ് ലൂപ്പിനെ വലിക്കുക. അതിനുശേഷം ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഹുക്കിൻ്റെ മേലുള്ള ഈ ലൂപ്പിലൂടെ ഇതിനെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ മാജിക് റിംഗ് ഇവിടെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും ആ ഒരു സെയിം ലൂപ്പിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഇതുപോലെ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഞാൻ 6 പെറ്റൽസ് ചെയ്യുന്നതുകൊണ്ടാണ് 6 സിംഗിൾ ക്രോഷ്യ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 6 സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൂപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. മേലെയുള്ള 2 ലൂപ്പിലൂടെയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു ലൂപ്പിലൂടെ മാത്രം കൊണ്ടുവരിക. അതിനുശേഷം 2 ലൂപ്സ് ഉണ്ടാവും. ആൻഡ് ഈ ഫസ്റ്റ് ലൂപ്പിനെ ഈ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ സെൻറ്റർ പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു ചെയിൻ ഇട്ടതിന് ശേഷം ഈ ഒരു യാൺ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ഇച്ചിരി ടെയിൽ വേണം. അതിനുശേഷം ഈ ഒരു ടെയിൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൂപ്പിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലൂപ്പിലേക്ക് വേണ്ടി ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പെറ്റൽസിന് വേണ്ടിയിട്ടുള്ള യാൺ എടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട യാൺ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്ത ഈ ഒരു ലൂപ്പിലൂടെ ഇതിനെ കൊണ്ടുവരാം. ഇനി നമുക്കിവിടെ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. നമ്മൾ പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചെയിനും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ 3 ചെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു സെയിം സ്പേസിലേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക. ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യാം. അപ്പം നമ്മളിവിടെ 3 ഡബിൾ ക്രോഷ്യയും ചെയ്തെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഒരു ചെയിൻ 3 പിന്നെ 3 ഡബിൾ ക്രോഷ്യയാണ്. ചെയിൻ 3 ചെയ്തതിന് ശേഷം ഈ ഒരു സെയിം സ്പേസിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. 1 2 3 ചെയിൻ 3 ചെയ്തു. അതിനുശേഷം ഈ ഒരു സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. നമ്മളിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ ഫസ്റ്റ് ലൂപ്പിനെ ഈ ഒരു സെക്കൻഡ് ലൂപ്പിലൂടെ കൊണ്ടുവരാം. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പെറ്റൽ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്കിനി 6 പെറ്റൽസും കൂടെ ചെയ്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് ചെയിൻ 3 ചെയ്തു. അതിനുശേഷം 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 3 ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ പെറ്റൽ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ചെയിനാണ് ചെയ്ത് കൊടുക്കുന്നത്. 1 2 3 നമ്മൾ 3 ചെയിൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു നെക്സ്റ്റ് സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ. അതിനുശേഷം
യാൺ ഓവർ ചെയ്ത് ആ ഒരു സെയിം സ്പേസിലോട്ട് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെയിൻ 3 ചെയ്തു, അതിനുശേഷം ഒരു ഡബിൾ ക്രോഷ്യം ചെയ്തു. അതുപോലെ നമുക്കിനി 2 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 3 ചെയ്യാം. 1 2 3. എന്നിട്ട് ഈ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഔട്ട് ചെയ്ത് പുള്ള് ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാകും. ഈ ഒരു ഫസ്റ്റ് ലൂപ്പിലൂടെ ഈ സെക്കൻഡ് ലൂപ്പിനെ കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് പെറ്റലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ പെറ്റൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്യുക. അതിനുശേഷം ഈ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്ത് സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാവും, അതിനെയും ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും, അതിനെയും ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും, അതിനെയും ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും നമ്മൾ ചെയിൻ 3 ചെയ്യുക. 1 2 3. അപ്പോൾ നമ്മൾ ചെയിൻ 3 ചെയ്തതിന് ശേഷം ആ ഒരു സെയിം സ്പേസിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാവും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിലൂടെ കൊണ്ടുവരും. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 3 പെറ്റൽസും കൂടെ ചെയ്തെടുക്കാം. നമുക്ക് നാലാമത്തെ പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. അതിനുശേഷം നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ഈ ഒരു സെയിം സ്പേസിലേക്ക് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും, അതിനെയും ക്ലോസ് ചെയ്യുക. നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് മൂന്നാമത്തേത് നമുക്ക് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും, അതിനെയും ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്കിനി ചെയിൻ 3 ചെയ്യാം. 1 2 3. ഈ ഒരു സെയിം സ്പേസിലേക്ക് നമുക്കിനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാകും. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് ലൂപ്പിനെയും ആ സെക്കൻഡ് ലൂപ്പിനെയും ക്ലോസ് ചെയ്യുക. അപ്പം നമ്മളിവിടെ ലാസ്റ്റ് പെറ്റലിൻ്റെ 3 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 3 ചെയ്തിട്ട് ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മേലെ. എന്നിട്ട് ഈ ഫസ്റ്റ് ലൂപ്പിനെ ഈ സെക്കൻഡ് ലൂപ്പിലൂടെ കൊണ്ടുവരാം. ശേഷം ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ 6 പെറ്റൽസ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു യാണ് കട്ട് ചെയ്യാം. അതിന് മുന്നേ തന്നെ നമ്മളിവിടെ ഒരു ചെയിൻ 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ ലൂപ്പിലൂടെ ഇതിനെ ഫുള്ള് ഇനി വലിച്ചു കൊണ്ടുവരാം. നമ്മൾ ഫ്ലവർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഏതെങ്കിലും ഒരു ലൂപ്പിൽ നിങ്ങളൊന്ന് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലീഫിനും ആ ഒരു ഭാഗത്തിനുള്ളത് അതിൻ്റെ അകത്ത് ആ ഒരു യാണ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു
സ്ലിപ്പ് നോട്ടാണ് ഇടാൻ പോകുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു ലൂപ്പിലൂടെ കൊണ്ടുവരിക. അപ്പം നമ്മളിവിടെ നമ്മളുടെ യാൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഞാനിവിടെ 60 ചെയിനാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതലോ കുറവോ ചെയ്യാം. നിങ്ങൾക്ക് 80യോ 60 ഏത് വേണ്ടിക്കും ചെയ്യാം. ഞാനിപ്പോൾ 60 ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പിലൂടെ കൊണ്ടുവരാം. നമുക്കിനി 60 ചെയിൻസും ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ 60 ചെയിൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെക്കൻഡ് ചെയിനിലോട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാവും. ഈ ഫസ്റ്റ് ലൂപ്പിനെ ഈ സെക്കൻഡ് ലൂപ്പിലൂടെ കൊണ്ടുവരിക. അതിനുശേഷം ഈ അടുത്ത ചെയിനിലേക്ക് ഞാനൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 2 ലൂപ്സ് ഉണ്ടാക്കും. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെയും കൊണ്ടുവരിക. ഇനി അടുത്ത 2 ചെയിനിലേക്ക് ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ആ 3 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരിക. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലും കൂടെ അതുപോലെ ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ആ 3 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. നമ്മളിവിടെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 2 സ്പേസിലേക്ക് ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. അതിനെ ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് 2 ചെയിൻ സ്പേസിലേക്ക് ഞാൻ ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 4 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിനെ ആൻഡ് ലാസ്റ്റ് 2 ലൂപ്സ് ഉണ്ടാകും. അതിനെ നമ്മൾ യാൺ ഓവർ ചെയ്ത് ക്ലോസ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 4 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. അതിനെ ക്ലോസ് ചെയ്യുക. ലാസ്റ്റുള്ള 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. നമ്മളിവിടെ ഇൻക്രീസ് ആണ് ചെയ്തത്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 2 സ്പേസിലും നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. അതിനെയും ക്ലോസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് 2 സ്പേസിൽ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് 2 ചെയിൻ സ്പേസിൽ ഞാൻ 2 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ഒരു സൈഡ് ഇവിടെയായി. ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യാൺ കട്ട് ചെയ്യുന്നില്ല, വർക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ നമ്മളുടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഈ ഒരു സൈഡ് ചെയ്തത് അത് ആ ഒരു സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ലാസ്റ്റ് സ്പേസിൽ ഞാൻ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്. ഇനി നമുക്ക് ചെയിൻ 1 ഇട്ടതിന് ശേഷം
ഈ ഒരു ടെയിൽ കട്ട് ചെയ്യാം. ഈ ടെയിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇതിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്ലവറും ലീഫൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ ഈ ബാക്കിലൊക്കെ നമുക്ക് കുറേ ടെയിൽസ് ഉണ്ടാകും. അപ്പോൾ നമുക്കിനി ഈ ടെയിൽസൊക്കെ വീവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടെയിൽ ഈ ഒരു നീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ലൂപ്പിലാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്ലവർ ബുക്ക് മാർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലീഫ് ചേർക്കുന്നത് ഗ്രീൻ കളർ കൊണ്ടാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ബ്ലൂ കളറായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലവർ ബുക്ക് മാർക്ക്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.